നമ്മളിന്ന് വളരെ എളുപ്പത്തിൽ കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള ഓലൻ റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഒട്ടും മസാലകളില്ലാതെ താളിച്ചിടാതെ ഉണ്ടാക്കുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാമല്ലോ. ഇതിനായിട്ട് ഞാനിവിടെ കുമ്പളങ്ങ ഒരു കഷ്ണം എടുത്തിട്ടുണ്ട്, പിന്നെ നല്ല എരിവുള്ള ഒരു 4 മുളക്, കുറച്ച് പയറെടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് അരിഞ്ഞ് വരാം കേട്ടോ. ഇനി ഇതിലേക്കായിട്ട് ഒരു കപ്പോളം തേങ്ങ എടുത്തിട്ടുണ്ട്. നമ്മൾ തേങ്ങ ഒന്ന് നന്നായിട്ട് അരച്ചൊന്ന് പാലെടുത്ത് വരണം. അപ്പോൾ ഞാൻ പെട്ടെന്ന് നല്ല കട്ടി പാല് കിട്ടാൻ വേണ്ടിയിട്ട് അരയ്ക്കുന്ന സമയത്ത് ഇതുപോലെ അര കപ്പോളം ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ച് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നല്ല കട്ടിയുള്ള പാലാണ് കിട്ടുക കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ അരച്ചെടുത്തതിന് ശേഷം പാലെടുത്ത് വെക്കുന്നുണ്ട്. ഇത് നമുക്ക് ഏറ്റവും അവസാനം ഒഴിച്ചു കൊടുക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് പിഴിഞ്ഞ് ഈ തേങ്ങാപ്പാൽ മാറ്റി വയ്ക്കണം. എത്ര അറിയാത്തവർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. വളരെ കുറച്ച് സമയം മതി, വളരെ കുറച്ച് ഐറ്റംസ് മതി. ഒത്തിരി വെള്ളം ചേർത്തിട്ട് ഒരിക്കലും തേങ്ങാപ്പാലിൻ്റെ ഒന്നാം പാൽ എടുത്ത് വയ്ക്കരുത്. ഈ ഒരു പാലാണ് കേട്ടോ ഒന്നാം പാലെന്ന് പറയുന്നത്. മാത്രമല്ല ഇതിന് കട്ടി കിട്ടാനായിട്ടൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് കൂടെ ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ. സാധാരണ ഓലന് കുറച്ച് ലൂസായിട്ടാണ് ഇരിക്കുക, പക്ഷെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് കുറച്ചിങ്ങനെ കുറുകിയ ചാറോട് കൂടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇനി വീണ്ടും ഈ തേങ്ങാപ്പാലെടുത്ത ഈ തേങ്ങാപ്പീരയിലോട്ട് അര കപ്പും കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടിങ്ങനെ കൈ കൊണ്ട് ഞെരടി എടുക്കണം കേട്ടോ. ഇങ്ങനെ ഞെരടി എടുത്തു കഴിഞ്ഞാൽ കുറച്ച് പാല് കിട്ടും. അതും കൂടെ എടുത്ത് വയ്ക്കണം ലൂസായിട്ടുള്ളത്. അപ്പോൾ അത് ഞാനൊരു ചട്ടിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അരിഞ്ഞെടുത്തിട്ടുള്ള കുമ്പളങ്ങ ഇതാ ചെറുതായിട്ടാണ് കേട്ടോ അരിഞ്ഞെടുത്തിട്ടുള്ളത്, വേഗം വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിട്ട് കൊടുത്തിട്ടുണ്ട്. പയർ ഇതുപോലെ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് ഒക്കെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. പച്ചമുളക് അതുപോലെ തന്നെ അരിഞ്ഞെടുത്താൽ മതി. പച്ചമുളക് കുറച്ച് അധികം എടുക്കണം, എരിവിനായിട്ട് വേറൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന രണ്ടാം പാലാണ്, നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ തിരുമ്മി എടുത്തിട്ടില്ലേ, അതിൽ നിന്ന് എടുത്തിട്ടുള്ള വളരെ കട്ടി കുറഞ്ഞതാണ് കേട്ടോ രണ്ടാം പാൽ. ഇതിലാണ് വേവിച്ചെടുക്കുന്നത്. ഇനി അര സ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഈ ഒരു രീതിയിൽ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഇങ്ങനെ നന്നായിട്ടൊന്ന് ഒതുക്കി വെച്ചതിന് ശേഷം അടപ്പ് വെച്ച് സ്റ്റവിൽ കയറ്റി വയ്ക്കാം. മീഡിയം ഫ്ലെയിമിൽ ഒരു 3 മിനിറ്റോളം ഇതിന് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഒരു 3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നോക്കാം. അപ്പോൾ ഇതാ നന്നായിട്ട് ഇങ്ങനെ തിളച്ച് വന്നിട്ടുണ്ട്. ഇതെല്ലാം ചെറുതായി അരിഞ്ഞതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ കുറച്ചുകൂടെ വെള്ളം ഇതിൽ വറ്റാനുണ്ട്. അപ്പോൾ നമ്മളിത് ഒഴിച്ചു കൊടുത്ത വെള്ളമല്ലാതെ കുമ്പളങ്ങയൊക്കെ നല്ല വെള്ളമുള്ളതാണ്. അപ്പോൾ ഇത് തിളച്ച് വരുമ്പോൾ കുറച്ചുകൂടെ വെള്ളം ഇതിൽ കൂടുതലുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വെള്ളമൊന്നും വറ്റാൻ വേണ്ടി നമുക്കൊന്ന് മീഡിയം ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം. അപ്പോഴേക്കും ഞാനിത് ഒരു ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുന്നത്, ഇത് ഞാൻ ചേർത്തിട്ടുള്ളത് അരിപ്പൊടിയാണ് കേട്ടോ. അത് തീരെ തരിയില്ലാത്ത പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിത് പച്ചരി അരച്ച് വെച്ചതാണ്. അതൊരു 2 സ്പൂൺ എടുത്താൽ മതി. ഇതിലേക്ക് എന്നിട്ട് ഒരു അര ഗ്ലാസോളം വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ഇത് കട്ടിയായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. പത്തിരിപ്പൊടിയൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഇതാണ് ഓലനിൽ പല കടകളിലും ചേർത്ത് കൊടുക്കുന്ന സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് കേട്ടോ. ഇതിനോടൊപ്പം തന്നെ ഞാനിവിടെ ഒരു 1/4 കപ്പോളം ഉണക്കപ്പയർ വേവിച്ച് വെച്ചതാണ് കേട്ടോ. ഇത് സാധാരണ നമ്മൾ എരിശ്ശേരി ഉണ്ടാക്കുന്ന ഉണക്കപ്പയറാണ്, അധികം വേവിക്കരുത്. അപ്പോൾ ഇതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതാ വെള്ളമൊക്കെ നല്ലോണം വറ്റി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ ആദ്യം തന്നെ വെള്ളം ഒഴിച്ച് ലൂസാക്കിയിട്ടുള്ള ഈ ഒരു അരിപ്പൊടിയുടെ കൂട്ടാണ് കേട്ടോ. അരിപ്പൊടി വെള്ളത്തിൽ മിക്സ് ചെയ്ത് ഇരട്ടി വെള്ളം ചേർത്തിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വളരെ ലോ ഫ്ലെയിമിൽ വേണം ഇട്ട് വയ്ക്കാൻ, പെട്ടെന്ന് കട്ടിയായി പോവും. നമ്മൾ കോൺഫ്ലോറൊക്കെ ചേർത്ത് ഇളക്കാറില്ലേ, അതുപോലെ തന്നെയാണ് കേട്ടോ ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇതാ പെട്ടെന്ന് തന്നെ തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇതിനൊരു ഷൈനി എഫക്റ്റാണ് കിട്ടുക കേട്ടോ ഈ പയറിനും അതുപോലെ തന്നെ കുമ്പളങ്ങയ്ക്കൊക്കെ. അപ്പോൾ ഇങ്ങനെ ചെയ്തെടുത്താൽ മതി, ടേസ്റ്റ് വ്യത്യാസം ഒന്നും തന്നെ ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. കുറച്ച് പെട്ടെന്ന് തന്നെ ഈ ചട്ടി ചൂടായി കിടക്കുന്നതുകൊണ്ട് ഇത് തിക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഉപ്പിട്ട് വേവിച്ച് വെച്ച പയറാണ് കേട്ടോ. ഉണക്കപ്പയർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രുചിയായിരിക്കും. അപ്പോൾ ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ തീ വളരെ കുറച്ച് വെച്ചിട്ട് വേണം ഇത് ചെയ്തെടുക്കാൻ. തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുകയാണേ. നമ്മൾ ആദ്യം എടുത്ത് വെച്ചിട്ടുള്ള തേങ്ങാപ്പാലാണ് ഇത് കേട്ടോ, അത് ഒഴിച്ച് കൊടുക്കണം.
അപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്ത് ഇനി ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം കേട്ടോ. നല്ല കട്ടിയായി പോവുകയും ചെയ്യും. പിന്നെ ഒട്ടും തന്നെ തിളച്ച് ഇങ്ങനെ വറ്റി വരുമൊന്നും വേണ്ട തേങ്ങാപ്പാൽ. ശരിക്കും ഓലനിൽ തേങ്ങാപ്പാൽ ഒരിക്കലും നന്നായി തിളപ്പിക്കരുത് കേട്ടോ. ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ നല്ല രുചിയാണ് ഓലൻ കഴിക്കാൻ വേണ്ടി. അപ്പോൾ അതാ ഇങ്ങനെയാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ചെറിയൊരു തിളയൊക്കെ വരുമ്പോഴത്തേനും തന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അതാ ഇത്രയും ചൂടിൽ തന്നെ കുറച്ചും കൂടെ കട്ടിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ ഓലൻ ഉണ്ടാക്കാനുള്ള പണി. ഇനി ഇത് സ്റ്റവിൽ നിന്ന് മാറ്റിയ ശേഷം നമ്മളിതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഇങ്ങനെ പച്ച കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നത് രുചിക്കായിട്ടാണ് കേട്ടോ. 2 ടേബിൾ സ്പൂണോളം പച്ച വെളിച്ചെണ്ണ ഇതിൻ്റെ മേളിൽ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുന്നത്. കറിവേപ്പിലയുടെയും തേങ്ങാപ്പാലിൻ്റെയും ഈ പച്ച വെളിച്ചെണ്ണയുടെ ഒക്കെ ഒരു മണമാണ് ഈ ഓലൻ ഇത്രയും ഇഷ്ടമാവാൻ കാരണം. എല്ലാവർക്കും സദ്യയിൽ ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഐറ്റമാണ് ഓലൻ. ഇതുപോലെ ഉണ്ടാക്കി നോക്കിയാൽ മതി. നല്ല എരിവും ഒട്ടും മസാലയില്ലാതെ കുറച്ച് കട്ടിയും കൂടി ആയിട്ടിരിക്കുന്ന ഓലൻ. എല്ലാവരും ഈ ഓണത്തിന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. ഫേസ്ബുക്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യണേ. അപ്പോൾ ഇതുപോലെയുള്ള ഓണം റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.